നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ വേദന നൽകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്, സാക്ഷ്യം വഹിച്ചത്. മലയാളികളുടെ ഏറ്റവും വലിയ ഹാസ്യ കലാകാരന്മാർ എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ഒരാൾ നമ്മളുടെ ഈ സിനിമാ ലോകത്തെ വിട പറഞ്ഞിരിക്കുകയാണ്. അച്ഛൻ മരണപ്പെട്ട സമയത്ത് അച്ഛൻ അവസാന മണിക്കൂറിൽ കൂടെയുണ്ടാകുന്നൊരു സമയമാണെന്ന് അറിഞ്ഞുകൊണ്ട് അച്ഛന് സമീപത്ത് നിൽക്കുന്ന മകൻ നിയന്ത്രണം വിട്ട് മാധ്യമപ്രവർത്തകരോട് ആക്രോശിക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതായത് ഒരു മരണ വീടാണ് എന്ന് പോലും മനസ്സിലാക്കാതെ ഇടിച്ചു കയറുന്ന മാധ്യമപ്രവർത്തകരോട് ഏറ്റവും വലിയ ദേഷ്യത്തോടെ സംസാരിക്കുന്ന ചന്തുവിൻ്റെ ആ രീതി, അതിനെ പല രീതിയിൽ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നു. പക്ഷേ അവൻ്റെ ഒരവസ്ഥ മനസ്സിലാക്കണം എന്നുള്ളതാണ് യഥാർത്ഥപ്പെട്ട കാര്യം. അതായത് അവസാന മണിക്കൂറുകളാണ്. ജീവനോടെ ഇല്ല എങ്കിലും സലീം കുമാർ എന്ന് പറയുന്ന തൻ്റെ അച്ഛൻ തൻ്റെ മുൻപിലുണ്ടാകുന്ന അവസാന മണിക്കൂറിൽ അദ്ദേഹത്തെ ഒന്ന് കൺകുളിർക്കെ കാണാൻ പോലും സമ്മതിക്കാത്ത മാധ്യമ പ്രവർത്തകരോട് മാറി നിൽക്കാൻ വേണ്ടി പറയേണ്ടി വരുന്ന സാഹചര്യം. ഏറ്റവും വലിയ വേദനയിൽ തന്നെയാണ് ആ മകൻ ഉള്ളത് എന്നത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഈ മാധ്യമപ്രവർത്തകരുടെ ഇരച്ചെത്തിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അത് പലപ്പോഴും ദുസ്സഹമായി മാറുന്ന കാഴ്ചകളാണ് കാണുന്നത്. എന്തായാലും സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടെ തള്ളിക്കയറിയിട്ടുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കെതിരെ അടക്കം രൂക്ഷ പ്രതികരണവുമായിട്ട് നിർമ്മാതാവ് സുപ്രിയ മേനോനും നടി രജിഷ വിജയനും അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്തേക്ക് വരുന്നു. ഇരയെ ലക്ഷ്യമിടുന്ന കഴുകന്മാരെ പോലെയാണ് ഇവരെന്നും ഇതൊരിക്കലും മാധ്യമ പ്രവർത്തകരല്ല എന്നുമാണ് സുപ്രിയയുടെ വാക്കുകൾ. വിയോഗവേദനയേക്കാൾ വേദനിപ്പിച്ചത് ദുഃഖത്തിൽ കഴിയുന്ന കുടുംബത്തോട് മാധ്യമ പ്രവർത്തകരുടെ ക്യാമറ കണ്ണുകൾ കാണിച്ചിട്ടുള്ള സഹതാപമില്ലായ്മയാണെന്ന് രജിഷയും പറയുന്നു. ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൂടെയായിരുന്നു താരങ്ങളുടെ പ്രതികരണം. ഒരു കുടുംബം കൂടി തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് വിട പറയുകയാണ്. ഹൃദയഭേദകവും ഏറെ ദുഃഖകരവും വേദനയും നിറഞ്ഞൊരു നിമിഷം. പക്ഷേ ആ അവസാന വിടവാങ്ങൽ ക്ലോസപ്പിൽ പകർത്താനായി ക്യാമറകളും മൈക്കുകളുമായി ഒരു കൂട്ടം ഇരയെ ലക്ഷ്യമാക്കി കൂടുതൽ അടുത്തേക്ക് വരുന്ന കഴുകന്മാരെ പോലെ കുറച്ച് സ്ഥലത്തിനു വേണ്ടി മകൻ നിലവിളിക്കുകയാണ്. അവരോട് പിന്നോട്ട് പോകാൻ ആവശ്യപ്പെടുന്നു. ഒന്നും സമാധാനത്തോടെ കരയാനായി വേണ്ടിയായിരുന്നു ആവശ്യപ്പെടൽ. നമ്മൾ എന്തൊരു സമൂഹമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. തത്സമയം എല്ലാം അറിയാനുള്ള ആർത്തി, അതും എല്ലാ മര്യാദയുടെയും അച്ചടക്കത്തിന്റെയും പരിധികൾ കടന്നുകൊണ്ട് ആളുകൾക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കേണ്ടതുണ്ട്. അവരെ സമാധാനത്തോടെ ദുഃഖിക്കാൻ വിടുകയും വേണം. ഇതിനകം തന്നെ അവർക്ക് ഒട്ടനവധി വേദനയുണ്ട്. സ്വയം നിയന്ത്രിക്കാനുള്ള ബോധമുണ്ടാകണം. ഇതൊന്നും പത്രപ്രവർത്തനമല്ല, ഒരു പ്രദർശന പരതയാണ് എന്നാണ് സുപ്രിയയുടെ വാക്കുകൾ. അതേസമയം ഒരു ഇതിഹാസത്തിന്റെ വിയോഗം സത്യത്തിൽ വളരെയധികം സങ്കടത്തിലായി. എന്നാൽ അതിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് അതീവ ദുഃഖത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തോടെ ക്യാമറ കണ്ണുകളുമായി എത്തി കാണിക്കുന്ന അങ്ങേയറ്റമായിട്ടുള്ള അനാദരവും സഹതാപമില്ലായ്മയുമാണ്. വെറും വ്യൂസിനും TRPക്കും വേണ്ടിയുള്ള ഓട്ടത്തിൽ യഥാർത്ഥ മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നായിരുന്നു രജിഷയുടെ വാക്കുകൾ. സംസ്കാര ചടങ്ങിനിടെ തിരക്ക് കൂട്ടിയവർക്ക് നേരെ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ച ചന്തുവിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ചന്തുവിന്റെ അവസ്ഥയെ പിന്തുണച്ച് നിരവധി ആളുകൾ രംഗത്തെത്തുന്നത്. അതേസമയം ചന്തുവിന്റെ ഇത്തരം ഒരു പ്രതികരണം ചർച്ചയാകുമ്പോഴും അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതിന്റെ പ്രാധാന്യം ഏറുന്നത് ആരായിരുന്നു സലീം കുമാർ എന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പായതുകൊണ്ടാണ്. അഡ്വക്കേറ്റ് ദീപ ജോസഫ് പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരു കഥ പോലെ എഴുതിയിരിക്കുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെ: സ്വർഗത്തിന്റെ കവാടത്തിൽ ഇന്ന് അസാധാരണമായിട്ടുള്ളൊരു തിരക്കുണ്ടായിരുന്നു. സലീം വരുന്നു എന്ന വാർത്ത അവിടെ പടർന്നിരുന്നു. ആദ്യം ഓടിയെത്തിയത് സംവിധായകൻ ഷാഫിയാണ്. എടാ, നീ ഇല്ലാതെ ഇത്രയും വർഷം ഇവിടെ കഥ എഴുതാൻ പോലും പറ്റിയില്ല. ഓരോ സിനിമയിലും നീ ഇല്ലാത്ത തമാശ എനിക്കില്ലല്ലോടാ. പിന്നെ സംവിധായകൻ സിദ്ദിഖിക്കെത്തി. സത്യം പറയട്ടെ, നീ വന്നാൽ സ്വർഗത്തിന്റെ മാനേജ്മെന്റ് നമ്മളെ പുറത്താക്കും. അത്രയും ഹെവി ചിരി ഇവിടെ നിയമപരമാണോ എന്ന് അറിയില്ല. അതുകേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അവരുടെ ഇടയിലൂടെ കൊച്ചിൻ ഹനീഫ വന്ന് സലീമിന്റെ തോളിൽ കൈവച്ചു. വാ മച്ചാനെ, ഇവിടെ വന്നാലും നിനക്ക് വിശ്രമമൊന്നുമില്ല. നമ്മൾ തുടങ്ങിയ തമാശകൾ ഇനിയും തീർന്നിട്ടില്ല. കലാഭവൻ മണി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അളിയോ, ഭൂമിയിൽ ഇപ്പോഴും ആളുകൾ നിന്റെ ചളികൾ കേട്ട് ചിരിക്കുന്നുണ്ടോ? സലീം കുമാർ തല കുനിച്ച് ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇനി ചിലപ്പോൾ ആ ചിരിയുടെ കൂടെ കണ്ണീരും വരാറുണ്ട് എന്ന് മാത്രം. ആ വാക്കുകൾ കേട്ടപ്പോൾ മാമുക്കോയയുടെ മുഖത്തെ ചിരിയൊന്നും മങ്ങി. അതാണ്
പഹയ കലാകാരന്മാരുടെ ഭാഗ്യം. നമ്മളെ ഓർക്കുമ്പോൾ ആളുകൾ ചിരിക്കും, സങ്കടവും ഒരുമിച്ച് വരണം. അപ്പോഴേക്കും ഇന്നസെന്റ് തന്റെ പതിവ് ശൈലിയിൽ ഇടപെട്ടു. എൻ്റെ ഈശ്വര, ആരാ ഇത്? ഭൂമിയിലെ പുതിയ വാർത്തകൾ പറയേ. രാഷ്ട്രീയക്കാരെയെല്ലാം ഇപ്പോഴും നമ്മളെക്കാൾ നല്ല കോമഡികൾ ചെയ്യുന്നവരാണോ? ആരാണ് വലിയ കോമഡിക്കാർ എന്നേ സംശയമുള്ളൂ എന്ന് സലീം കുമാർ മറുപടി പറഞ്ഞപ്പോൾ അവിടെയാകെ വീണ്ടും ചിരി പടർന്നു. കൽപ്പന അടുത്തു വന്ന് പറഞ്ഞു, നമ്മളില്ലെങ്കിലും നമ്മുടെ സിനിമകൾ ഇപ്പോഴും ആളുകളുടെ വീട്ടിലുണ്ട്. വിഷമം വരുമ്പോൾ അവർ നമ്മളെ തേടി എത്തുന്നുമുണ്ട്. കൊച്ചുപ്രേമൻ കൂട്ടിച്ചേർത്തു. അതുകൊണ്ടാണ് കലാകാരന്മാർക്ക് യഥാർത്ഥ മരണം ഇല്ലാത്തത് കേട്ടോ? അല്പം മാറി നിന്ന രാജൻ പി ദേവ് ഗൗരവത്തോടെ ചോദിച്ചു. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ? സലീം കുമാർ ഒന്ന് പുഞ്ചിരിച്ചു. ജീവിക്കുന്നുണ്ട്. ഒരു അമ്മ പാചകം ചെയ്യുമ്പോൾ TV-യിൽ നമ്മുടെ സിനിമ ഓടുന്നുണ്ട്. ഒരു ഗൾഫ് പ്രവാസി ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കോമഡി കണ്ട് ചിരിക്കുന്നുണ്ട്. ഒരു വിഷമമുള്ള മനുഷ്യൻ തൻ്റെ ദുഃഖം മറക്കാൻ യൂട്യൂബിൽ നമ്മുടെ രംഗങ്ങൾ തിരയുകയാണ്. മലയാളി ഉള്ളിടത്തോളം നമ്മളുമുണ്ട്. അത് കേട്ടപ്പോൾ ഒരു നിമിഷം ആരും ഒന്നും പറഞ്ഞില്ല. സ്വർഗത്തിലെ ചിരികൾക്കിടയിലും ഒരു നിശബ്ദത വീണു. കാരണം അവർക്ക് മനസ്സിലായിരുന്നു മരിക്കുന്നത് ശരീരമാണ്, ഓർമ്മകളല്ല എന്ന്. എവിടെ കുഞ്ഞൂഞ്ഞ്? സലീം കുമാർ കുഞ്ഞൂഞ്ഞിനെ തിരഞ്ഞു. വെളുത്ത മുടിയും ഹൃദയം തുറന്ന ചിരിയും കുഞ്ഞൂഞ്ഞ് ഹാജരായി. അല്ല മനുഷ്യ, നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞതത്രയും മലയാളികൾ മറ്റാർക്ക് വേണ്ടിയും കരഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെയും കുഞ്ഞൂഞ്ഞിന് മനുഷ്യരുടെ പ്രശ്നങ്ങൾ തീർക്കൽ തന്നെയാണ് പടി. നെടുമുടി വേണുചേട്ടൻ ഗൗരവത്തോടെ പറഞ്ഞു. അവസാനം KPCC ലളിത ചേച്ചിയും പഴയ ശൈലിയിൽ പറഞ്ഞു, മതി ഇനി സെന്റി അടിക്കണ്ട, എന്തായാലും കഴിക്കാം എല്ലാവർക്കും. സലീം വന്ന സ്ഥിതിക്ക് സ്വർഗത്തിന്റെ ഒരു പുതിയ കോമഡി സിനിമ തുടങ്ങാം. ഐഡിയ സച്ചിയുടേതായിരുന്നു. അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പക്ഷെ ഭൂമിയിൽ എവിടെയോ ചില കണ്ണുകൾ നിറയുകയാണ്. കാരണം ചില കലാകാരന്മാർ വിട പറയുമ്പോൾ നമുക്കൊരു നടനെ മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളുടെ ഒരു ഹൃദയഭാഗത്തെയാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ അവിടെയാകെ ശൂന്യതയാണ്. ചിലർ ചിരിപ്പിച്ച മനുഷ്യർ ഒരിക്കലും പൂർണ്ണമായി മരിക്കുന്നില്ല. അവർ നമ്മുടെ ഓരോ ചിരിയിലും പുനർജനിച്ചു കൊണ്ടിരിക്കും. എടോ ശ്രാങ്കേ വാ, പുതിയ അതിഥിയെ എല്ലാവരെയും കാണിക്കട്ടെ. ഇന്നസെന്റ് കണ്ണൻ ശ്രാങ്കിനെയും വിളിച്ച് സ്വർഗത്തിന്റെ ഉള്ളറകളിലേക്ക് കൂട്ടിപ്പോയി. പോകും വഴി നവാസിനെ തിരഞ്ഞു. എന്താടാ നവാസെ, നീ ഇവിടെ ഇരിക്കുക? അത് ഇന്നച്ച എൻ്റെ പുതിയൊരു മാപ്പിളപ്പാട്ട്, അതൊക്കെ അവിടെ വച്ചിട്ട് നീ ഇങ്ങ് വന്നേ. സലീം ഇങ്ങെത്തി. അപ്പോഴേക്കും സിൽക്കും ഓടിയെത്തി. പാവാടയും ദാവണിയും ചുറ്റി രണ്ടായി പിന്നിട്ടുള്ള മുടിയിൽ മുല്ലപ്പൂവും ചൂടി മോനിഷയും കൂടെ കൂടി. ശങ്കരാടിച്ചേട്ടൻ, പപ്പുമാള, സൈനുദ്ദീൻ, ബോബി, ശ്രീനിവാസൻ എല്ലാവരും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. സോമനും അതാ ഒപ്പം കൂടി. പരവൂരിൽ ജാതി മതഭേദമന്യേ മനുഷ്യരെല്ലാം അയാൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുകയായിരുന്നു. ഇത് എഴുതിയവർക്ക് കടപ്പാട് എന്നായിരുന്നു അവരുടെ കുറിപ്പ്. നവാസിനെയും സിൽക്കിനെയും മോനിഷയെയും പപ്പുമാള, ശങ്കരാടി, സോമൻ തുടങ്ങിയവരെ മാത്രമേ താൻ ആഡ് ചെയ്തിട്ടുള്ളൂ എന്നും ബാക്കി മനസ്സിനെ അടക്കി വേണം മനുഷ്യരെ ചിരിപ്പിച്ചു കടന്നുപോയവർക്ക് സ്മരണാഞ്ജലി എന്നുമാണ് അഡ്വക്കേറ്റ് ദീപയുടെ കുറിപ്പുകൾ. അതേസമയം മലയാള സിനിമാ ലോകത്തിലെ ഏറ്റവും വലിയ തീരാ നഷ്ടത്തിലൊന്നാണ് നടൻ സലീം കുമാർ എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ചിരിപ്പിച്ച് അവസാനം മനുഷ്യനെ കൊണ്ട് 2 വട്ടം ചിന്തിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. താരജാടയോ അഹങ്കാരമോ ഇല്ലാതെ ഏതു വേദിയിലും ചിരിപ്പടക്കം മാത്രം പൊട്ടിക്കുന്ന ഒരാൾ. രാഷ്ട്രീയം പറഞ്ഞാൽ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നുള്ള തോന്നൽ കൊണ്ട് പല നേതാക്കന്മാരുടെയും ഒപ്പം നിൽക്കാൻ പോലും മടിച്ച് രാഷ്ട്രീയം പറയാതെ നിൽക്കുന്ന സെലിബ്രിറ്റികൾക്കിടയിൽ തൻ്റെ നിലപാടുകൾ ഒരു മൗനവുമില്ലാതെ തുറന്നു പറയുന്ന ഒരു മനുഷ്യനായിരുന്നു സലീം കുമാർ. ട്രോൾ പേജുകളിൽ സലീം കുമാറില്ലാത്ത ഒരു സീൻ പോലും ഉണ്ടാകുമോ എന്നുള്ളത് സംശയം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അപൂർവം ട്രോളുകൾ മാത്രമായിരിക്കും. 4 പേര് കൈയടിക്കുന്ന ഒരു ബോസ് അഭിനന്ദിക്കുന്ന ഒരു നിമിഷമുണ്ട് എങ്കിൽ അപ്പോൾ തന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, കാണാൻ വലിയ ലുക്കില്ലെന്നേയുള്ളൂ, ഭയങ്കര ബുദ്ധിയായെന്ന്. അവിടെയും സലീം കുമാർ. കൂട്ടുകാരനെ കളിയാക്കിക്കൊണ്ടൊരു സോറി പറയണമെങ്കിൽ ഐ ആം ദി സോറി അളിയ എന്ന് പറയാത്ത മനുഷ്യരുണ്ടോ എന്ന് പോലും സംശയം. സാധാരണ കലിപ്പെടുന്ന ചില ബന്ധുക്കളോ ഓഫീസിലെ ഹെഡോ നല്ല രീതിക്ക് പെരുമാറിയാൽ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഡയലോഗുണ്ടും, എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായി പോയതാണോ എന്ന്. ചായക്കടയിൽ പോയാൽ പലഹാരമല്ലടാ പരിഹാരം എന്ന് പറയുന്ന ഡയലോഗും. പലഹാരത്തെ പറ്റി ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സലീം കുമാറിനെ ഓർക്കുന്നവർ നിരവധിയാണ്.
മൈക്കിൾ ജാക്സൺ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരാൾ, പക്ഷേ ഡാൻസ് മാസ്റ്റർ വിക്രം അത് മറ്റൊരു വികാരമാണ്. നന്നായി ഒന്ന് ഒരുങ്ങി വന്നാൽ ഇത്രയും ഫേമസ് ആയ എന്നെ മനസ്സിലായില്ലേടാ ജാടത്തെണ്ടി എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ മലയാളികൾ. അത്തരത്തിൽ സലീം കുമാറിൻ്റെ ഒരുപാട് ഡയലോഗുകൾ ഇന്നും നമുക്കിടയിലൂടെ ജീവിക്കുകയാണ്. പതിറ്റാണ്ടുകളോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ചെയ്ത ഹാസ്യത്തിൻ്റെ തമ്പുരാനാണ് സലീം കുമാർ ഇന്ന് ചിരിയോർമ്മയായി മാറിയിരിക്കുന്നത്. തനതായിട്ടുള്ള അഭിനയ ശൈലിയിലൂടെ ദേശീയ പുരസ്കാരത്തിന്റെ നെറുകയിൽ വരെ മലയാളത്തിന്റെ പെരുമ അടയാളപ്പെടുത്തിയ നടൻ. രാവിലെ 8 മണിക്കാണ് സലീം കുമാറിന്റെ മൃതദേഹം അമൃത ആശുപത്രിയിൽ നിന്ന് പറവൂർ ടൗൺ ഹാളിലേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് പൊതുദർശനത്തിന് നിരവധി ആളുകൾ എത്തി. 3 മണിയോടെ ഭൗതിക ദേഹം സംസ്കരിക്കാനുള്ള ചടങ്ങുകളൊക്കെ നടത്തി. അപ്പോൾ ആ നാടൊന്നടങ്കം വിങ്ങിപ്പൊട്ടുകയായിരുന്നു. മലയാള സിനിമയിൽ ഹാസ്യവേഷങ്ങളിൽ തിളങ്ങിയ സലീം കുമാർ സ്വഭാവ വേഷങ്ങളിലും തന്മയത്വത്തോടെയുള്ള അഭിനയ മികവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. 1996 ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലൂടെ സലീം കുമാർ സിനിമാ ലോകത്തേക്ക് അരങ്ങേറുന്നത്. 2006 അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് സലീം കുമാർ അർഹനായി. 2011 ആദമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 3 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിലെ 320-ലധികം കഥാപാത്രങ്ങൾ സലീം കുമാർ എന്ന അഭിനേതാവ് അവിസ്മരണീയമാക്കി തീർത്തു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ കറുത്ത ജൂതൻ ഉൾപ്പെടെയുള്ള 3 സിനിമകളിൽ സംവിധായകൻ എന്ന നിലയിലും കയ്യൊപ്പ് പതിപ്പിച്ച മനുഷ്യൻ. കറുത്ത ജൂതന് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ്. കറുത്ത ജൂതന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് സലീം കുമാർ. 2000 മുതൽ 2005 വരെയുള്ള കാലയളവിലുള്ള സലീം കുമാർ എന്ന അഭിനേതാവിന്റെ സിനിമാ ജീവിതത്തെ സുവർണകാലമാക്കി മാറ്റിയത് അപ്പോഴാണ്. തെങ്കാശിപ്പട്ടണത്തിലെ കള്ളൻ, ഈ പറക്കം തളികയിലെ മായാണ്ടി, CID മൂസയിലെ പേരില്ലാത്ത കഥാപാത്രം, കല്യാണരാമനിലെ പ്യാരി, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, മീശമാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി, അങ്ങനെ മലയാളികൾക്ക് സലീം കുമാർ എന്ന് പറയുമ്പോൾ ഓർത്തെടുക്കാൻ ഒട്ടനവധി കഥാപാത്രങ്ങൾ. ഹാസ്യവേഷം മാത്രമല്ല, കൂടുതൽ അഭിനയ പ്രാധാന്യമുള്ള സീരിയസ് വേഷങ്ങളും അതേപോലെ തന്നെ അവിസ്മരണീയമാക്കിയിട്ടുള്ള ഒരു കലാകാരൻ. 2006 പുറത്തിറങ്ങിയ ലാൽ ജോസ് ചിത്രം അച്ഛനുറങ്ങാത്ത വീടായിരുന്നു ഇതിനൊക്കെ തുടക്കം. ചിത്രത്തിലെ സാമുവൽ എന്ന കഥാപാത്രം മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് സലീം കുമാറിന് നേടിക്കൊടുത്തത്. 1969 ഒക്ടോബർ 10 എറണാകുളം ജില്ലയിൽ വടക്കൻ പരവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായാണ് സലീം കുമാറിന്റെ ജനനം. ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം. മല്യാങ്കര SNM കോളേജിലെ പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസത്തിനിടെയാണ് മിമിക്രി രംഗത്തേക്ക് വരുന്നത്. മഹാരാജാസ് കോളേജിൽ ബിരുദ പഠനത്തിനിടെ MG സർവകലാശാല കലോത്സവത്തിൽ മിമിക്രി മത്സരത്തിന് 3 തവണ വിജയി. അക്കാലത്ത് മലയാളത്തിലെ മിമിക്രിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്ന കൊച്ചിൻ കലാഭവനിൽ എത്താനാണ് സലീം കുമാറിന്റെ കലാജീവിതത്തെ വഴിത്തിരിവായത്. മെലിഞ്ഞ രൂപവും ഹാസ്യ രസം മിന്നിമായുന്ന മുഖവും പ്രത്യേക ചിരിയുമായി സലീം കുമാർ ആരാധകരെ കൈയടിപ്പിച്ചു. കോമിക്കോള എന്ന ടെലിവിഷൻ ഹാസ്യ പരിപാടിയിലെ പ്രകടനം വെള്ളിത്തിരയിലേക്ക് അദ്ദേഹത്തിന് വഴി തുറന്നു. അങ്ങനെ വലിയ ഒരു ജീവിതം, മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യൻ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു.